2024 എന്നുള്ള വർഷം മലയാള സിനിമയ്ക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 ആദ്യത്തെ ചലച്ചിത്രം കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിപ്പോൾ ഒരു ടോവിനോ മൂവി കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് പ്രേക്ഷകർ എന്ന നിലയിൽ ഉണ്ടാവും. സോ ഐഡന്റിറ്റിയെ കുറിച്ച് എന്താണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സിനിമ എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോരുത്തർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ, എന്താണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് നബാട്ടി. ഞാൻ അരുണിമ. അപ്പൊ ഐഡന്റിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഐഡന്റിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് സിനിമയേക്കാൾ മുകളിലും എന്നാൽ ഒരു ബെസ്റ്റ് സിനിമയുടെ അത്ര എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയില്ല എന്നുള്ളതായിരിക്കും ഹോണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. എന്തൊക്കെയാണ് ഇതിലെ പോസിറ്റീവ്സ് എന്ന് നമുക്ക് ആദ്യം പറയാം. ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ടെക്നിക്കാലിറ്റി തന്നെയാണ്. അത്യാവശ്യം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല അണിയറ പ്രവർത്തകർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ആ ക്വാളിറ്റി ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് ഇതിന്റെ ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഇതൊക്കെ ഗംഭീരമായിട്ട് തന്നെയുണ്ട്. ഇതോടെ പറയുന്നത് ഇതിലെ കാസ്റ്റ് തന്നെയാണ്. ടോവിനോ, വിനയ് റായ്, തൃഷ, ഷമി തിലകൻ, ഗോപിക രമേശ്, അർച്ചന കവി തുടങ്ങിയ നീണ്ട നിര തന്നെ ഇതിനകത്തുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്ത ടോവിനോ, നമുക്കറിയാം ടോവിനോയെ നമുക്ക് എല്ലാവർക്കും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിലും എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാൻ നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടൊക്കെ ശരിക്കും ടോവിനോ കൊണ്ടുപോവാണ്. ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതെന്താണ്, ഓരോ ക്യാരക്ടേഴ്സും എന്താണെന്ന് കാണിക്കാനുള്ള ഒരു ഭാഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എൻഗേജിങ്ങും ആയിരുന്നു. എന്നാൽ രണ്ടാമത് എത്തുമ്പോഴത്തേക്കും ടോവിനോയുടെ ഐഡന്റിറ്റി അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും കിക്കുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ടോവിനോയുടെ ഒരു ക്യാരക്ടർ റിലേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് വരും. പിന്നെ ഇതിലെ വില്ലൻ ആയിട്ടുള്ള വിനയ് റായ് ഹാസ് എ ക്ലാസ് ആൻഡ് ഹാസ് എ സ്വാഗ്. ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പല സ്ഥലത്തും നമുക്ക് ആ ഒരു തിയേറ്ററിൽ നിന്ന് നോക്കുന്ന സമയത്ത് കിടിലൻ വില്ലൻ എന്നൊക്കെ പറയില്ലേ, പലപ്പോഴും നല്ല കിടിലൻ വില്ലന്മാരുള്ളതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എണ്ണം പറഞ്ഞൊരു കിടിലൻ വില്ലൻ തന്നെയായിരുന്നു ഇതിലെ വിനയ് റായ്. മൂന്നാമതായിട്ട് തൃഷയുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ മെമ്മറി അല്ലെങ്കിൽ ഈ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആളുകൾ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കിത് എവിടെയാണ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. ഈ അടുത്ത കാലത്ത് കണ്ട കുറേ സിനിമകളിലൊക്കെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും. അതുകൊണ്ട് അവരായിരിക്കും ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും അതേ ഒരു കാര്യം തൃഷയിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി തൃഷയിലൂടെയാണ് ഈ സിനിമയെ പല ഭാഗങ്ങളിലേക്കും കണക്ട് ചെയ്യപ്പെടുന്നത്. വളരെ ബാക്കിയുള്ള ആളുകളും ഭയങ്കര ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറിയാണ്. ഗ്രിപ്പിംഗ് ഉള്ള സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത് ഗ്രിപ്പിംഗ് ഉള്ള സ്റ്റോറി തന്നെയാണ്. എന്താണ് ഇത് സ്റ്റോറിയിൽ എനിക്കൊരു ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് സ്റ്റോറി അത്യാവശ്യം ഗ്രിപ്പിംഗ് തന്നെയാണ്. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു റോളും ഇതിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് 3 മണിക്കൂറിൽ തീരുന്ന പോലത്തെ ഒരു സിനിമയായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരത് തീർക്കാൻ വേണ്ടി ചെയ്തപ്പോഴത്തേക്കും പ്രേക്ഷകൻ ഈ കഥാപാത്രവുമായിട്ട് ഒത്തുപോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് നമുക്ക് ഒരു ക്രൈസിസ് ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് എന്താണ് ഇതിനുള്ള ഒരു മൊത്തത്തിൽ എവിടെയോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് പോലെ തോന്നും. പല ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്യാത്ത പോലെ, അല്ലെങ്കിൽ പല ഭാഗങ്ങൾക്കും നമുക്ക് തന്നെ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഇത് വരുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷനാണ് എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റിയിൽ ഏറ്റവും കല്ലുകടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പല സ്ഥലത്തും വല്ലാത്ത രീതിയിലാണ് അവർ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ എത്തും. അപ്പോൾ പലപ്പോഴും പ്രേക്ഷകൻ ഈ സിനിമയായിട്ട് ഓടിയെത്താത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ക്ലൈമാക്സ് തരാൻ വേണ്ടിയിട്ട് പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ തുടക്കവും ഒടുക്കവും ഈ സിനിമയുടെ ഇത് ഗംഭീരമാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയൊക്കെയോ സ്റ്റോറി ലൈൻസിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഡീവിയേഷൻ വരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പോയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ചേസിങ് സീക്വൻസ് ഉണ്ട്. ആ 2 സീക്വൻസ് മാത്രം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ പടം അത്യാവശ്യം അടിപൊളിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അതിനൊരു ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു മോശം ഫിലിമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട ആളുകൾക്ക് ഇതൊരു നഷ്ടമാണെന്ന് തോന്നുന്ന ഒരു പ്രശ്നമൊന്നും ഈ സിനിമയ്ക്കില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയൂ. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye, see you.